ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 9 ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കും. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞത്? നമ്മൾ മരിയ വാൾത്തോർത്തയുടെ ദർശനത്തിൽ കൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പല വ്യക്തികൾക്കും, പല മിസ്റ്റിക്കുകൾക്കും, പല വിശുദ്ധർക്കും പരിശുദ്ധ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്ന് പ്രത്യേകമായ വിധത്തിൽ പലർക്കും ദർശനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ദർശനങ്ങളെല്ലാം അവർ ലോകത്തിന് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൽ പലരും പിന്നീട് വിശുദ്ധരായി സഭ പ്രഖ്യാപിച്ചിട്ടുള്ളവരുമാണ്. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അഗ്രേദായിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയ്ക്ക് പരിശുദ്ധ അമ്മ നൽകിയ സ്വകാര്യ വെളിപാടുകളിൽ പരിശുദ്ധ അമ്മയുടെ നിദ്ര, ഈ ലോകം വെടിഞ്ഞുള്ള ആ യാത്ര എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കിക്കാണാൻ പോകുന്നത്. വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയ അഗ്രേദ എഴുതിയ ദി മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിൽ നിന്നാണ് ഇത്രയും അത്ഭുതകരമായ വെളിപ്പെടുത്തലുകൾ കിട്ടുന്നത്. ഈ പുസ്തകം ഒരു ഡിക്ഷണറി പോലെ അത്രയും പേജുകളുള്ള ഒരു പുസ്തകമാണ്. പരിശുദ്ധ അമ്മ എന്ന മഹാനഗരം, അതാണ് ദൈവനഗരം. ഈ ദൈവനഗരത്തിന് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചരിത്രങ്ങൾ, അതാണ് ഈ പുസ്തകം മുഴുവനിലും നാം കാണുക. 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ ഏറ്റവും ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമായ ഒരു അത്ഭുത ഗ്രന്ഥമാണ് ദ മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡ്. ഈ പുസ്തകം എഴുതിയ അഗ്രേദായിലെ വാഴ്ത്തപ്പെട്ട മരിയയുടെ ജീവിതമോ അതിനേക്കാളേറെ അത്ഭുതകരവും ചർച്ചാ വിഷയവുമായിരുന്നു. ഈ അഗ്രേദായിലെ വാഴ്ത്തപ്പെട്ട മരിയയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. 1621 മുതൽ US-ലെ ടെക്സസ്, ന്യൂ മെക്സിക്കോ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന സ്പാനിഷ് മിഷണറിമാർ 1621 കേട്ടോ. ഈ സ്പാനിഷ് മിഷണറിമാർ കുരിശുമായിട്ട് അവരെ സ്വീകരിക്കാൻ എത്തിയ ആദിവാസികളെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. എന്തുകൊണ്ടാണെന്നോ? ഈ സ്പാനിഷ് മിഷണറിമാർ പോയ സ്ഥലം ന്യൂ മെക്സിക്കോ പ്രദേശമാണ്. US-ലെ ടെക്സസ്, ന്യൂ മെക്സിക്കോ പ്രദേശങ്ങളിലേക്കാണ് ഈ സ്പാനിഷ് മിഷണറിമാർ എത്തിയത്. അപ്പോൾ അവർ അവിടെ ഈശോയെ കൊടുക്കാൻ വേണ്ടിയാണ് അവർ അവിടെ എത്തുന്നത്. പക്ഷേ അവർ കാണുന്നത് കുരിശുമായിട്ട് അവരെ സ്വീകരിക്കാൻ എത്തിയ ആദിവാസികളാണ്. അവർ ഈ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താണെന്നോ? ഈ പ്രദേശങ്ങളിൽ ഇതുവരെയും യൂറോപ്യന്മാരായ മിഷണറിമാരോ മറ്റു ആളുകളോ എത്തിച്ചേർന്നിട്ടില്ലായിരുന്നു. പരസ്പര ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന വിവിധ ആദിവാസി സമൂഹങ്ങൾ. എല്ലാവർക്കും ഓരോ ഗോത്ര ഭാഷയാണ്. ആ ഭാഷയൊന്നും ആർക്കും അറിയില്ല താനും. അങ്ങനെയുള്ള ആദിവാസികളാണ് ഈ സ്പാനിഷ് മിഷണറിമാർ അവിടെ ചെന്നപ്പോൾ കുരിശുമായിട്ട് ഇവരെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നത്. പിന്നെ അത്ഭുതപ്പെടാതിരിക്കുമോ? ഇവരുടെ ഗോത്രത്തിൽ ചെന്നപ്പോൾ കാണുന്നതോ കത്തോലിക്ക ആരാധനക്രമം, പ്രാർത്ഥനകൾ എല്ലാം അവരവരുടെ ഗോത്ര ഭാഷയിൽ അവർക്കിടയിൽ അവർ അനുഷ്ഠിക്കുന്നു.
അത് അതിലും വലിയ അത്ഭുതമായി. കാരണം കത്തോലിക്ക സഭയുടെ ആരാധനക്രമമൊക്കെ ഈ ഗോത്രവർഗക്കാരുടെ ഇടയിൽ എങ്ങനെ കടന്നു വന്നു, അവർ എങ്ങനെ ഇത് മനസ്സിലാക്കി. അതുമാത്രമല്ല, അവർക്ക് മറ്റു ഭാഷകളൊന്നും അറിയില്ല, ഗോത്രഭാഷ മാത്രമേ അറിയുകയുള്ളൂ. സ്പാനിഷ് മിഷണറിമാർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇതെല്ലാം പഠിച്ചു? ആരാണ് ഇതെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? പലയിടങ്ങളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഗോത്രങ്ങൾ, അതിലെ ഗോത്രവാസികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു, നീലക്കുപ്പായം ധരിച്ചെത്തുന്ന സ്ത്രീ ഞങ്ങളെ ഇത് പഠിപ്പിച്ചു. ആകാശത്തു നിന്നും മേഘങ്ങൾക്കിടയിലൂടെ ഇറങ്ങി വരുന്ന നീലവസ്ത്രധാരിണിയായ ഒരു സ്ത്രീ അനേക വർഷങ്ങളായി അവരെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. അവരെ പുതിയ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുക മാത്രമല്ല, വെളുത്ത വർഗക്കാരായ മനുഷ്യർ പിൽക്കാലത്ത് അവിടെ എത്തുമ്പോൾ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കണമെന്നും അവർ വിശ്വാസത്തിൽ വളരാൻ തങ്ങളെ സഹായിക്കുമെന്നും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ. അതുകൊണ്ടാണ് അവർ ഈ വെളുത്ത മിഷണറിമാർ അവിടെ ചെന്നപ്പോൾ കുരിശുമായിട്ട് ഇത്ര സ്നേഹത്തോടെ സ്വീകരിച്ചത്. ഇന്നത്തെ US സ്റ്റേറ്റുകളായ ടെക്സസ്, ന്യൂ മെക്സിക്കോ, കാലിഫോർണിയ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ന്യൂ സ്പെയിനിൻ്റെ കസ്റ്റോഡിയൻ ആയിരുന്ന ഫാദർ അലോൺസോ ദെ ബെനവിറ്റ്സ് ഈ വിചിത്രമായ വാർത്തയുടെ അടിസ്ഥാനം കണ്ടെത്താൻ തീരുമാനിച്ചു. ഓർഡർ ഓഫ് പുവർ ക്ലയേഴ്സ്, അതായത് ദരിദ്ര ക്ലാര സഹോദരിമാർ, അവരുടെ സമൂഹാംഗങ്ങൾ നീലക്കുപ്പായമാണ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഈ റെഡ് ഇന്ത്യൻ വംശജരെ സന്ദർശിച്ചുവെന്ന് പറയുന്ന അത്ഭുത വനിത നീലവസ്ത്രം ധരിച്ചവളാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു ദരിദ്ര ക്ലാര സന്യാസിനിയുടെ ചിത്രം കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇതാണോ നിങ്ങൾ പറയുന്ന നീലക്കുപ്പായം ധരിച്ച സ്ത്രീ? അവർ ഒരേപോലെ പറഞ്ഞു, അല്ലല്ല, ഈ സ്ത്രീ അല്ല ഞങ്ങളെ സന്ദർശിച്ചത്. പക്ഷേ കുപ്പായം ഇതുപോലെ തന്നെയാണ്. ചിത്രത്തിലെ സ്ത്രീ തടിച്ചതും പ്രായം കൂടിയവളുമാണ്. എന്നാൽ ഞങ്ങളെ സന്ദർശിച്ച സ്ത്രീ ചെറുപ്പക്കാരിയും അതീവ സൗന്ദര്യമുള്ളവളുമാണ്. ഫാദർ ബെനവിറ്റ്സ് തൻ്റെ അന്വേഷണം തുടർന്നു. ആദിവാസികൾ പറയുന്നത് സത്യമാണെങ്കിൽ നീലക്കുപ്പായം ധരിച്ച ഒരു സ്ത്രീ ഒരു പുവർ ക്ലയർ സന്യാസിനിയാണ്. പക്ഷേ ദരിദ്ര ക്ലാര സന്യാസിനികൾ ആവൃത്തിക്കുള്ളിൽ തന്നെ ജീവിക്കുന്നവരാണ്. സന്യാസവ്രത സ്വീകരണ ദിവസം മുതൽ മരിച്ച് മൃതശരീരം സംസ്കാരത്തിനായി പുറത്തിറക്കുന്ന ദിവസം വരെ അവർ പൊതുവെ കോൺവെൻറ്റ് വിട്ട് പുറത്തിറങ്ങാറില്ല. അതായത് മിണ്ടാമടം എന്ന് കേട്ടിട്ടില്ലേ? അവിടെ ഒരു പ്രാവശ്യം പ്രവേശിച്ചാൽ പിന്നെ അവർ അങ്ങനെ പുറത്തേക്ക് അധികം ഇറങ്ങാറില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിലാണ് അപൂർവമായിട്ടെങ്കിലും ഈ കന്യാസ്ത്രീകളെ നമ്മൾ പുറത്ത് കാണുക. അവർ എപ്പോഴും ആ ആവൃത്തിക്കുള്ളിലായിരിക്കും. ഒരിക്കൽ ഞാനൊരു മിണ്ടാമടത്തെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പോൾ ഈ ഫാദർ ചിന്തിച്ചു, ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാത്ത ഇവർ എങ്ങനെ ഈ ഗോത്രക്കാരുടെ ഇടയിലേക്ക് എത്തി എന്ന്. അങ്ങനെ ഒരു ദരിദ്ര ക്ലാര സഹോദരി ഏതെങ്കിലും വിധത്തിൽ ന്യൂ സ്പെയിനിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകുമോ? അങ്ങനെ വന്നു ചേർന്നാൽ പോലും ആയിരക്കണക്കിന് കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന റെഡ് ഇന്ത്യൻ സമൂഹങ്ങളിൽ കാടുകളും പുഴകളും കടന്ന് അവർ എങ്ങനെ യാത്ര ചെയ്ത് എത്തും? എങ്ങനെ ആദിവാസികളുടെ വ്യത്യസ്തമായ ഭാഷകൾ മനസ്സിലാക്കി അവരെ പഠിപ്പിക്കും? യൂറോപ്പിൽ നിന്ന് ആരും അറിയാതെ എങ്ങനെയാണ് ഒരു കന്യാസ്ത്രീ ഇതുവരെയും ആരും കടന്നു ചെല്ലാത്ത ഈ ദേശത്തേക്ക് യാത്ര ചെയ്യുക? ഫാദർ ബെനവിറ്റ്സ് സ്പെയിനിലെ സഹവൈദികർക്ക് ഇങ്ങനെയൊരു കത്തെഴുതി. പ്രിയ സഹോദര വൈദികരെ, വിചിത്രമായ ഒരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദരിദ്രക്ലാര സമൂഹത്തിലെ ഒരു കന്യാസ്ത്രീ ഈ പ്രദേശങ്ങളിൽ അലഞ്ഞു നടന്ന് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. പരസ്പരം ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു കഴിയുന്ന റെഡ് ഇന്ത്യൻ ഗോത്ര സമൂഹത്തിലെ വ്യത്യസ്തമായ ഭാഷകൾ ആ സ്ത്രീക്കറിയാം.
ആദിവാസികൾക്ക് അവരുടെ മാതൃഭാഷയിൽ തന്നെയാണ് ഈ കന്യാസ്ത്രീ വിശ്വാസ പരിശീലനം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ സ്പെയിനിൽ ലഭ്യമാണെങ്കിൽ അറിയിക്കുമല്ലോ. സ്പെയിനിലെങ്ങും ഇതൊരു ചർച്ചയായി. അന്വേഷണങ്ങളും അതോടൊപ്പം ആരംഭിച്ചു. അങ്ങനെ അഗ്രേദായിലെ ദരിദ്ര ക്ലാര സഹോദരിമാരുടെ മഠത്തിലും ഒരാളെത്തി അന്വേഷിച്ചു. ന്യൂ സ്പെയിനിൽ ആദിവാസികളോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സിസ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ? മദർ സുപ്പീരിയർ സിസ്റ്റർ മരിയ ഉത്തരം പറഞ്ഞു, ഞാൻ തന്നെയാണ് ആ സിസ്റ്റർ. ആഗതൻ സംശയത്തോടെ ചോദിച്ചു, അതെങ്ങനെ സംഭവിക്കും? മദർ ഇതുവരെയും ഈ കോൺവെൻറ്റിൻ്റെ മതിൽക്കെട്ടിന് പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. ശരിയാണ്, ശരീരം കൊണ്ട് ഞാൻ പുറത്തു പോയിട്ടില്ല, എന്നാൽ ആത്മാവിൽ ഞാൻ വിദൂര ദേശങ്ങളിൽ സഞ്ചരിക്കാറുണ്ട്. 1621 മുതൽ 1631 വരെ സിസ്റ്റർ മരിയ മിക്കപ്പോഴും പ്രാർത്ഥനാവേളകളിൽ ആത്മാവിൽ ലയിച്ചു പോകാറുണ്ടായിരുന്നു അത്രേ. ഈ സമയത്തുണ്ടാകുന്ന വിചിത്രമായ സ്വപ്നം പോലെയുള്ള അനുഭവങ്ങൾ അവർ സമൂഹത്തിൽ പങ്കുവച്ചിരുന്നു. വിദൂരമായ ദേശങ്ങളിലെ വിചിത്രമായ ഭാഷയിൽ സംസാരിക്കുന്ന അപരിഷ്കൃതരായ മനുഷ്യരുടെ അടുത്തേക്ക് ആത്മാവിൽ സംവഹിക്കപ്പെടുന്നുവെന്നും അവരോട് താൻ സുവിശേഷം പങ്കുവയ്ക്കാറുണ്ടെന്നും സിസ്റ്റർ പറയുന്നത് സമൂഹത്തിന് മുഴുവൻ അറിവുള്ള കാര്യമായിരുന്നു. ഫാദർ അലോൺസോ ബെനവിറ്റ്സിന് അവർ എഴുതി, താങ്കൾ പറയുന്നത് പോലുള്ളൊരു സിസ്റ്റർ അഗ്രേദായിലുണ്ട്, നേരിട്ട് വന്ന് മനസ്സിലാക്കുക. ഫാദർ അലോൺസോ ന്യൂ സ്പെയിനിൽ നിന്നും അഗ്രേദായിലെത്തി സിസ്റ്റർ മരിയയുമായി സംസാരിച്ചു. സിസ്റ്റർ താൻ സുവിശേഷം പ്രസംഗിച്ച ഗോത്രങ്ങളുടെ പ്രത്യേക വസ്ത്രധാരണ രീതികൾ, ആചാരങ്ങൾ, ഗോത്രങ്ങളുടെ പേരുകൾ, ഗോത്രങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ, ചില പ്രത്യേക സ്ഥലങ്ങളുടെ വിവരങ്ങൾ, ഇതെല്ലാം വിശദമായി ഫാദർ അലോൺസോയ്ക്ക് നൽകി. അദ്ദേഹം തിരിച്ച് ന്യൂ മെക്സിക്കോയിലെത്തി സിസ്റ്റർ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പിച്ചു. 1619 സന്യാസവ്രതം സ്വീകരിച്ചതിന് ശേഷം സിസ്റ്റർ അഗ്രേദാക്ക് പുറത്തു പോയിട്ടില്ല. എന്നാൽ സിസ്റ്റർ തന്നെയാണ് ആകാശമേഘങ്ങളിലൂടെ ഇറങ്ങി വരുന്ന നീലവസ്ത്രധാരിണിയായ സ്ത്രീ എന്ന് വ്യക്തമായി. ഒരേ സമയത്ത് രണ്ടിടത്ത് കാണപ്പെടുന്ന ഈ പ്രതിഭാസത്തിന് ബൈലൊക്കേഷൻ എന്നാണ് പറയപ്പെടുക. വിശുദ്ധ ജെറാർഡ് മജല്ലെ, ജോസഫ് കുപ്പർത്തീനോ, പെദ്രോ പിയോ, വിശുദ്ധ ആൻ്റണി തുടങ്ങിയ പല വിശുദ്ധരുടെയും ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയിനിലെ ഫിലിപ്പ് 4-ാമൻ രാജാവിനും ഊർബൻ 7-ാം പാപ്പയ്ക്കും 1634 ഈ സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ടെക്സസിലെ ചരിത്രത്തിലും നീലവസ്ത്രധാരിണിയായ സ്ത്രീ സ്ഥാനം പിടിച്ചു. ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി തീവ്രമായി ആഗ്രഹിച്ചിരുന്ന സിസ്റ്റർ മരിയ വിദൂരദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെറുപ്പകാലം മുതൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു. സിസ്റ്ററിന് 1637 മുതൽ 45 വരെയുള്ള കാലയളവിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നേരിൽ പറഞ്ഞുകൊടുത്ത സംഭവങ്ങളും ദർശനങ്ങളുമാണ് ദ മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡിൻ്റെ ഉള്ളടക്കം. അതിൽ മാതാവിൻ്റെ രഹസ്യജീവിതം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, മാലാഖമാരുടെ പതനം, ലോകത്തിൻ്റെ അവസാനം തുടങ്ങിയ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1665 മരിച്ച അഗ്രേദായിലെ വാഴ്ത്തപ്പെട്ട മരിയയുടെ ശരീരം 350 വർഷങ്ങൾക്ക് ശേഷവും ഒട്ടും അഴുകാതെ ജീവനുള്ളതുപോലെ നിലനിൽക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ സിസ്റ്ററിനെ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് അമ്മയുടെ ഈ ലോക ജീവിതം കടന്നുപോയത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈ ലോകത്തു നിന്നും കടന്നു പോകുന്നതിനേക്കാൾ മുൻപ് എന്താണ് സംഭവിച്ചത്? ആദ്യമായിട്ട് വിശുദ്ധ ഗബ്രിയേൽ മരണദൂതുമായി എത്തുന്നതാണ് ആദ്യത്തെ സംഭവം. പരിശുദ്ധ അമ്മ ഭൂമിയിൽ 67 വത്സരങ്ങൾ ജീവിച്ചു എന്നാണ് അഗ്രേദായിലെ വാഴ്ത്തപ്പെട്ട മേരി ദർശനങ്ങളിൽ കാണുന്നത്.
അമ്മ ഒരിക്കൽ പോലും തൻ്റെ ദൗത്യത്തിൽ ഉദാസീനയായിട്ടില്ലെന്ന്. അമ്മ എപ്പോഴും വളരെ ഉന്മേഷവതിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അമ്മയുടെ അമലോത്ഭവ നിമിഷം മുതൽ ഒപ്പമുണ്ടായിരുന്ന യോഗ്യതകളുടെ സമൃദ്ധി പ്രായം ചൊല്ലുന്തോറും വർദ്ധിച്ചുകൊണ്ടിരുന്നു. കർത്താവ് അവളുടെ മേൽ വർഷിച്ച വരദാനങ്ങളാലും നന്മകളാലും അനുഗ്രഹങ്ങളാലും അവൾ എപ്പോഴും ആത്മീയ നിറവണിഞ്ഞ് ശോഭിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവളുടെ നിർമ്മല ഹൃദയത്തിൻ്റെ കേന്ദ്രം ദൈവം മാത്രമായിരുന്നല്ലോ. ദൈവവും സത്യവുമായിട്ട് ഒന്നായി തീരാനുള്ള അവളുടെ അഭിലാഷം തീവ്രമായിരുന്നു. നിത്യപിതാവ് തൻ്റെ പ്രിയപുത്രിയെ തിരികെ എടുക്കാൻ ആഗ്രഹിച്ചു. പുത്രൻ തൻ്റെ അമ്മയെയും പരിശുദ്ധാത്മാവ് തൻ്റെ പ്രിയതമയെയും മാലാഖമാർ തങ്ങളുടെ രാജ്ഞിയെയും സ്വീകരിക്കാൻ കൊതിച്ചു. വിശുദ്ധഗണം തങ്ങളുടെ ഗുരുനാഥയ്ക്ക് വേണ്ടി കാത്തുനിന്നു. ആകാശമോക്ഷങ്ങൾ തങ്ങളുടെ ചക്രവർത്തിനിയെ സ്വീകരിക്കാൻ നിശബ്ദം ഒരുങ്ങി നിന്നു. അവളുടെ ആഗമനം അവരെ മഹത്വത്താൽ നിറയ്ക്കുകയും നിത്യസന്തോഷത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഭൂമിയിലെ നമ്മുടെ രാജ്ഞിക്ക് തൻ്റെ കാലം പൂർത്തിയാക്കേണ്ടതുണ്ടല്ലോ. ദൈവത്തിൻ്റെ ആലോചനാ സമിതി അമ്മയുടെ ജീവിതത്തിന് അർഹമായ മഹത്വം നൽകാൻ തീരുമാനിച്ചു. എന്തെന്നാൽ അവൾ ദൈവത്തിൻ്റെ പദ്ധതിയും നിശ്ചയവും അനുസരിച്ച് ഗുരുനാഥയായി സഭയെ നയിച്ചു. അതിനാൽ സർവശക്തനായ ദൈവം അവളെ ആനന്ദിപ്പിക്കാനായി ഭൂമിയിൽ തനിക്ക് അവശേഷിച്ചിട്ടുള്ള സമയം എത്രയെന്നറിയിക്കാനും ഈ പ്രവാസകാലത്തിൻ്റെ സമാപന സമയം എപ്പോഴെന്ന് ബോധ്യപ്പെടുത്താനും തീരുമാനിച്ചു. ഈ ദൗത്യം നിറവേറ്റുന്നതിനായി പ്രധാന മാലാഖയായ ഗബ്രിയേലിനെ നിയോഗിച്ചു. ഗബ്രിയേലാകുന്ന സ്വർഗീയ രാജകുമാരൻ തൻ്റെ സൈന്യത്തോടൊപ്പം ഭൂമിയിലേക്ക് ഇറങ്ങി. ജെറൂസലേമിലെ ഊട്ടുശാലയിൽ നിലത്ത് പ്രണമിച്ചു കിടന്ന് പാപികളുടെ മോചനത്തിനായി യാചിക്കുന്ന അമ്മയെ അവർ കണ്ടു. എന്നാൽ അവരുടെ സംഗീതം കേട്ട് അവരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ അമ്മ മാതാവ് മുട്ടിന്മേൽ നിന്നു. സ്വർഗത്തിലെ മുഖ്യദൂതൻ തൻ്റെ സൈന്യത്തോടൊപ്പം വെട്ടിത്തിളങ്ങുന്ന വെള്ളി പോലുള്ള വസ്ത്രങ്ങളണിഞ്ഞ് പ്രത്യക്ഷമായത് കണ്ടു. അവരുടെ സന്ദേശത്തിനായി അവൾ ശ്രദ്ധയോടെ കാത്തുനിന്നു. അവർ ഓരോരുത്തരും കൈകളിൽ കിരീടങ്ങളും കുരുത്തോലകളും കരുതിയിരുന്നു. അവയോരോന്നും ഒന്നിനോടൊന്ന് വ്യത്യസ്തമായിരുന്നു. ഗബ്രിയേൽ തൻ്റെ രാജ്ഞിയെ ആവേ മരിയ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം തുടർന്നു: ഞങ്ങളുടെ ചക്രവർത്തിനിയായ നാഥേ, സർവശക്തനും പരിശുദ്ധരിൽ പരിശുദ്ധനായവനും തൻ്റെ സ്വർഗീയ സദസ്സിൽ നിന്നും ഞങ്ങളെ നിനക്കുള്ള ദൂതുമായി അയച്ചിരിക്കുന്നു. അവിടുന്ന് അറിയിക്കുന്നത് എന്തെന്നാൽ നിന്റെ ഈ ലോക തീർത്ഥയാത്രയുടെ സന്തോഷകരമായ സമാപന സമയം സമീപിച്ചിരിക്കുന്നുവെന്നും അതുവഴി നിന്റെ പ്രവാസകാലം തീരുന്നു എന്നുമാണ്. അല്ലയോ നാഥേ, ആ ദിവസവും നാഴികയും സമീപിക്കുകയും അപ്രകാരം നിന്റെ തീവ്ര അഭിലാഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നീ പ്രകൃത്യാലുള്ള മരണത്തിന് വിധേയപ്പെട്ട് അനശ്വരവും നിത്യവുമായ ജീവൻ്റെ ഉടമയായിത്തീരും. ആ മഹത്വം നിന്റെ ദിവ്യപുത്രൻ്റെ സ്വർഗീയ സിംഹാസനത്തിന് വലതുഭാഗത്ത് നിന്നെ കാത്തിരിക്കുന്നു. ഇന്നേക്ക് കൃത്യം 3 വർഷം പൂർത്തിയാകുമ്പോൾ നീ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും കർത്താവിൻ്റെ നിത്യാനന്ദത്തിൽ ഭാഗഭാക്കാകുകയും ചെയ്യും. അവിടുത്തെ സന്നിധിയിൽ എല്ലാ സ്വർഗവാസികളും നിന്റെ സാന്നിധ്യം കാത്തിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് വിശുദ്ധ ഗബ്രിയേൽ മാലാഖ പറഞ്ഞതാണ്: 3 വർഷം പൂർത്തിയാകുമ്പോൾ നീ സ്വർഗത്തിലേക്ക് മടങ്ങും. അപ്പോൾ അമ്മയുടെ ഈ കടന്നു പോകലിന് 3 വർഷം മുമ്പ് ഗബ്രിയേൽ വന്നിരുന്നു. പരിശുദ്ധ മറിയം സന്തോഷത്തോടെയാണിത് കേട്ടത്. എന്നിട്ട് ആദ്യം മംഗളവാർത്ത അറിയിച്ചപ്പോൾ എന്തു പറഞ്ഞു? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ അമ്മ ഗബ്രിയേലിനോട് ഇങ്ങനെ തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് തനിക്ക് ലഭിച്ച ഈ സന്തോഷ വാർത്തയെ പ്രതി നന്ദി പ്രകാശിപ്പിക്കാൻ അത്യുന്നതൻ്റെ മാലാഖമാരെയും ദാസരെയും ക്ഷണിച്ചു. സെറാഫുകളും മറ്റു ബഹുവൃന്ദ മാലാഖമാരോടുമൊപ്പം മാറി മാറി 2 മണിക്കൂർ നീണ്ടു നിന്ന ഒരു സ്തുതിഗീതം അവൾ ആലപിച്ചു.
പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് വിശുദ്ധ ഗബ്രിയേൽ മാലാഖ രണ്ടാമത്തെ മംഗളവാർത്ത അറിയിക്കുന്നതാണ് കേട്ടത്. ഇതാണ് അമ്മയുടെ കടന്നുപോകലിൻ്റെ ആദ്യത്തെ ഘട്ടം. നമുക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ അഗ്രേതായിൽ വാഴ്ത്തപ്പെട്ട മേരിക്ക് കൊടുത്ത ദർശനങ്ങളിലൂടെ കടന്നു പോകാം. ആകാശത്തു നിന്നും ഇറങ്ങി വന്ന നീലവസ്ത്രധാരണിയായ അഗ്രേതായിലെ മേരി രണ്ട് സ്ഥലങ്ങളിൽ ഒരേപോലെ ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നവൾ. പ്രിയ കൂട്ടുകാരെ, നമുക്കും മനസ്സുകൊണ്ട് എവിടെയെല്ലാം എത്താമോ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കാൻ നാം ഒരുങ്ങുമ്പോൾ അമ്മയുടെ ജീവിതത്തിലുണ്ടായ എല്ലാ അനുഭവങ്ങളും എല്ലാ സുഹൃതങ്ങളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ നമുക്ക് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് യാചിക്കാം. അമ്മ മാതാവ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ യാചിക്കും, തീർച്ചയാണ്. അഗ്രേതായിലെ മേരിയുടെ കൃപകളെ നമുക്ക് ഓർക്കാം. ഇതുപോലെ തന്നെ നാമും ഈശോയെ കൊടുക്കുവാൻ ജ്വലിക്കുന്നവരാകണം, തീക്ഷ്ണതയുള്ളവരാകണം. എവിടെയെല്ലാം നമുക്ക് അവസരങ്ങൾ കിട്ടുമോ അവിടെയെല്ലാം നമ്മുടെ ഈശോയെ കൊടുക്കണം. സ്നേഹമാണ് വചനമെന്ന് പറഞ്ഞ ഈശോ, സ്നേഹമാണ് സർവോത്കൃഷ്ടമെന്ന് പഠിപ്പിച്ച ഈശോയോട് നമ്മെ വേദനിപ്പിച്ചവരോടും നന്ദികേട് കാണിക്കുന്നവരോടും വഞ്ചിച്ചവരോടും ഒരുപക്ഷെ നമ്മുടെ ജീവിതം തകർത്തവരോടും ഇപ്പോഴും തകർത്തു കൊണ്ടിരിക്കുന്നവരോടും നമ്മെ സ്നേഹിക്കുന്നവരോടും നമ്മെ ബഹുമാനിക്കുന്നവരോടും ഒരുപോലെ സ്നേഹിക്കാനുള്ള വലിയ കൃപയ്ക്കായിട്ട് ഇന്ന് നമുക്ക് ഈശോയോട് യാചിക്കാം. അതിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുകയും ചെയ്യാം. അമ്മ മാതാവ് നമുക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കും എന്നുറച്ച വിശ്വാസത്തോടെ ആമേൻ.